ഓരോ സംസ്ഥാനത്തെയും സീറ്റ് നിലകളും വോട്ട് വിഹിതവും അവതരിപ്പിക്കുകയാണ് സായ്കുമാർ. ഇന്ന് ജാർഖണ്ഡിലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ കണക്കുകളാണ് അവതരിപ്പിക്കുന്നത്. വനങ്ങളുടെ നാട് എന്ന് വിളിപ്പേരുള്ള ജാർഖണ്ഡും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദി പ്രഭാവത്തിൽ ഉജ്ജ്വല വിജയം BJP നേടിയ ഒരു സംസ്ഥാനം കൂടിയാണ് ജാർഖണ്ഡ്. ആകെയുള്ള 14 സീറ്റിൽ 12 സീറ്റിൽ BJP അന്നവിടെ വിജയിക്കുന്നു. ജാർഖണ്ഡ് മുക്തി മോർച്ചയാണ് ബാക്കിയുള്ള 2 സീറ്റ് അവിടെ നേടിയത്. കോൺഗ്രസിന് അവിടെ കാര്യമായി ഒന്നും തന്നെ ചെയ്യാൻ കഴിയുന്നില്ല. BJP വലിയ മുന്നേറ്റം 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ ഉണ്ടാക്കുന്നു. പക്ഷേ ഇത്തവണ കാര്യങ്ങൾ നേരെ മാറി മറിയുന്നുവെന്ന കണക്കുകളാണ് വരുന്നത്. ശക്തമായ ഭരണവിരുദ്ധ വികാരം അവിടെയുണ്ട്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള 14 സീറ്റിൽ 12 സീറ്റ് BJP നേടുന്നു. 40.7% വോട്ടാണ് അന്ന് അവർ നേടിയത്. ജാർഖണ്ഡ് മുക്തി മോർച്ചയ്ക്ക് 2 സീറ്റ് ലഭിച്ചു. അന്ന് അവർക്ക് ലഭിച്ച വോട്ടിംഗ് ശതമാനം 9.4%. പക്ഷേ അവരെക്കാൾ വോട്ട് ശരാശരി എടുക്കുമ്പോൾ കോൺഗ്രസിന് അവിടെയുണ്ട്. 13.5% വോട്ട് അവിടെ കോൺഗ്രസ് നേടിയിട്ടുണ്ട്. പക്ഷേ സീറ്റ് നേടാൻ കോൺഗ്രസിന് അവിടെ കഴിയുന്നില്ല. 2014 തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന ഒരു സംസ്ഥാനം കൂടിയാണ് ജാർഖണ്ഡ്. അന്നും BJP 37 സീറ്റ് അവിടെ നേടുന്നു. 31.8% വോട്ടിംഗ് ശതമാനം നേടുന്നു. ജാർഖണ്ഡ് മുക്തി മോർച്ചയാകട്ടെ 19 സീറ്റ് നേടി 20.8 എന്ന രീതിയിലാണ് അവരുടെ വോട്ടിംഗ് ശതമാനം വരുന്നത്. കോൺഗ്രസ് 6 സീറ്റ് നേടി 10.6 എന്നുള്ള രീതിയിലേക്ക് വരുന്നു. ഇവിടെ ഈ കക്ഷികളൊക്കെ സഖ്യമുണ്ടാക്കിയാൽ ഒരുപക്ഷേ അത് BJPക്ക് വലിയ വെല്ലുവിളിയാകും എന്ന് പറയുന്നു. ശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ട്. ഒപ്പം കേന്ദ്ര സർക്കാരിനെതിരെയും പല വിഷയങ്ങളിലും വലിയ ഭരണവിരുദ്ധ വികാരം ഇവിടെയുണ്ട്. കർഷകർക്കായാലും വനത്തിൽ താമസിക്കുന്ന ആദിവാസികൾക്കായാലും ഒക്കെ ശക്തമായ മോദി വിരുദ്ധ തരംഗമുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് രീതിയിൽ അത് വോട്ടാക്കി മാറ്റും എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്.